നടൻ രൺജി പണിക്കരുടെ ഭാര്യ അന്തരിച്ചു. ആശ്വസിപ്പിക്കാനെത്തി താരങ്ങൾ. അതൊരു ശക്തിയായിരുന്നു. ആ ശക്തി ഇനിയില്ലെന്ന് വിശ്വസിക്കുക രൺജി പണിക്കർക്ക് അസാധ്യമായ കാര്യമാണ്. ഏറ്റവും മികച്ച തിരക്കഥാകൃത്തായി സിനിമയ്ക്ക് പിന്നാലെ ഓടുമ്പോഴെല്ലാം മക്കൾക്ക് തണലായി ആ ഒരു ശക്തിയുണ്ടെന്ന വിശ്വാസമാണ് രൺജി പണിക്കരുടെ എല്ലാ വളർച്ചയ്ക്കും പിന്നിൽ. തന്റെ കൂടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അനിത മരിയൻ തോമസിനെ ജീവിതസഖിയാക്കിക്കൊണ്ടാണ് കലാകാരനായ രൺജി പണിക്കർ സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. രൺജി പണിക്കരുടെ ഭാര്യയായതോടെ മംഗലം മണ്ഡപത്തിൽ പുത്തൻവീട്ടിൽ അനിത രൺജി പണിക്കരായി. 58-ാം വയസ്സിൽ അവർ മരണത്തിന് കീഴടങ്ങും മുമ്പ് മകൻ നിതിൻ രൺജി പണിക്കരുടെ സിനിമാ അരങ്ങേറ്റം കണ്ടു. മമ്മൂട്ടിയെ വെച്ച് കസബ എന്ന ചിത്രം ചെയ്തത് നിതിനായിരുന്നു. അനിത രൺജി പണിക്കരുടെ മറ്റൊരു മകനാണ് നിഖിൽ രൺജി പണിക്കർ. എന്നും തിരക്കിലായിരുന്ന രൺജി പണിക്കരെ എന്നും ആ ക്യാമ്പസിലെ പ്രണയത്തോടെ പരിചരിച്ച, മക്കളെ നന്നായി വളർത്തിയ അവരിനി ഈ ലോകത്തില്ല എന്നത് ഈ സിനിമാ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ ഏറെ സമയമെടുക്കും. ഈ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെ മലയാള സിനിമയിലെയും കലാസാംസ്കാരിക രംഗത്തെയും പല പൗരപ്രമുഖരും അനുശോചനമറിയിച്ചു. ഒപ്പം അനിത രൺജി പണിക്കർക്ക് ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഫിലിം കാട്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 6 ലക്ഷമായിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.